കമൽഹാസന്റെ വിശ്വരൂപം സംവിധാനം ചെയ്യാതെ സെൽവ ധനുഷിനെ നായകനാക്കി സംവിധാനം ചെയ്തൊരു സിനിമ. പുതുപ്പേട്ടയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ചപ്പോൾ തമിഴ് സിനിമയ്ക്ക് ലഭിച്ചത് മറ്റൊരു കൾട്ട് ക്ലാസിക് കൂടി. ഈ സിനിമ ഒന്ന് റീവിസിറ്റ് ചെയ്താലോ? ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ എത്ര നാൾ പോരാടും? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ. പറഞ്ഞു വരുന്നത് ധനുഷിനെ നായകനാക്കി സെൽവ സംവിധാനം ചെയ്ത് 2011 റിലീസ് ചെയ്ത മയക്കമെന്ന എന്ന സിനിമയെ കുറിച്ചാണ്. ആദ്യ തവണ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് സിനിമ. എന്നാൽ റീവിസിറ്റ് ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡ് വാച്ച് മുതൽ മയക്കമെന്ന എന്ന സിനിമ യാമിനിയുടേതാണ്. കരിയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളിലും കാർത്തിക്കിന് ഒരു താങ്ങായി യാമിനി എന്നും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ കാർത്തികിന്റെ ജീവിതത്തിലേക്ക് യാമിനി വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കാർത്തികിനെ യാമിനി പിന്തുടർന്നില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കഴിവുകളെ അവൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സമയങ്ങളിലൂടെ കടന്നുപോകുന്ന കാർത്തികിനൊപ്പം അവൾ നിന്നില്ലായിരുന്നുവെങ്കിലോ? സിനിമയിലെ പല സന്ദർഭങ്ങളും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടയാളപ്പെടുത്തുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ നട്ടെൽ എന്ന് പറയുന്നത് യാമിനിയുടെ കഥാപാത്രമാണ്. പ്രധാനമായും 2 ക്യാരക്ടർ ആർക്കിലൂടെയാണ് യാമിനി സഞ്ചരിക്കുന്നത്. ഒന്ന് കല്യാണത്തിന് മുൻപും മറ്റൊന്ന് കല്യാണത്തിന് ശേഷവും. രണ്ടിലും കാർത്തികിനോടും ജീവിതത്തോടുമുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമാണ്. കല്യാണത്തിന് ശേഷം അപ്രതീക്ഷിതമായി കാർത്തികിന് സംഭവിക്കുന്ന അപകടം, അതിനുശേഷം ഉണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ച്. കാർത്തികിന്റെ മോശം സമയങ്ങളിലെല്ലാം അയാളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന യാമിനി സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അയാളെ കൊണ്ടു നടക്കുന്നത്. കാർത്തിക് എന്ന കഥാപാത്രത്തെക്കാൾ കാർത്തികിനോടും ജീവിതത്തോടും വിശ്വാസവും പ്രതീക്ഷയും ഉള്ളത് യാമിനിക്കാണ്. പേര് പോലെ തന്നെ കാർത്തികിന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായാണ് യാമിനി കടന്നു വരുന്നത്. ഇൻട്രോ സീനിലും പിന്നെ മറ്റു പല സീനുകളിലുമായി സെൽവ അത് സിംബോളിക്കായി കാണിക്കുന്നുമുണ്ട്. സിനിമ യാമിനിയുടേതായി കണ്ടു തുടങ്ങുന്നത് മുതൽ കാർത്തിക് യാമിനിക്ക് പറ്റിയ ഒരു പാർട്ട്ണർ ആണോ എന്ന് തോന്നിപ്പോകും. ശരിയാണ്, ഷീ ഡിസേർവ് എ ബെറ്റർ ലൈഫ്. പക്ഷേ മയക്കമെന്ന എന്ന സിനിമയിൽ യാമിനി എന്ന കഥാപാത്രം ഇല്ലെങ്കിൽ കാർത്തിക് ഇല്ല. പലരും കൊതിക്കുന്ന, എന്നാൽ ജീവിതത്തിൽ ചിലപ്പോൾ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഒന്നാണ് യാമിനി. ആ വേഷം റിച്ച ലാംഗല്ല അതിമനോഹരമായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സിനിമ ഇതുവരെ കാണാത്തവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. പടം കണ്ടവർക്ക് യാമിനിക്ക് വേണ്ടി റീവിസിറ്റ് ചെയ്യാവുന്നതാണ്.